കൊണ്ടുപോകുന്ന അടക്കാൻ കൊണ്ടുപോകുന്ന ഒരു സിംതരി ഇവിടുന്ന് ദൂരമാണ്. അപ്പം അതിനകത്ത് ഇവളുടെ ബോഡി വെച്ച് ഞാനും കുട്ടികളും ഇരിക്കുമ്പോൾ ആദ്യം ഒരു പാട്ട് വരുന്നു, സമയമാമൃതത്തിൽ ഞാൻ എന്ന് പറഞ്ഞൊരു പാട്ട്. പള്ളിയിലെത്തുന്നതിന് മുമ്പ് വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോവാം. രണ്ടാമത്തെ പാട്ട് നോക്കുമ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ട്, പോകുന്നേ ഞാൻ എൻ ഗൃഹം തേടി ദൈവത്തോടൊത്ത് ചേരാൻ. അപ്പോൾ ഭയങ്കരമായ വിഷം. അപ്പോൾ ഇവൾക്കും അറിയാം ആ പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ഇവളിത് കേട്ടിരിക്കും. പക്ഷെ ഒരിക്കലും ഞങ്ങൾ രണ്ടുപേരും പാട്ടിനെ കുറിച്ച് ബാക്കി പറയുന്നതിന് മുമ്പ് അതൊന്ന് കാണാം. അത് ഈ പറഞ്ഞതുപോലെ ഏതൊരു മനസ്സിനെയും തൊടുന്നൊരു പാട്ടാണ്. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഒരു ഭാഗമുണ്ട്, ദേഹമെന്നൊരു വസ്ത്രം ഊരി ഞാൻ ആറടി മണ്ണിൽ ആഴ്ത്തവേ. അതായത് വസ്ത്രം എന്ന് പറയുന്ന രീതിയിലാണ് ഈ ബോഡി. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോൾ എന്നോട് എം ജി ശ്രീകുമാർ പറഞ്ഞു, എനിക്ക് ആകെ പേടിയാവുമെന്ന് പറയുന്നത്. അതായത് ഈ ദേഹം എന്ന് പറഞ്ഞ വസ്ത്രം ഊരി ഞാൻ ആറടി മണ്ണിൽ താഴ്ത്തവേ, ഭൂമി എന്ന കൂട് വിട്ട് ഞാൻ സ്വർഗരാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ മാലാഖമാർ ചോദിക്കുന്നു, നീ നിൻ്റെ ഇഷ്ടക്കാരെയൊക്കെ വിട്ടു പോന്നപ്പോൾ നിന്നോട് ദൈവം തന്നെ ചോദിക്കുക, നിൻ്റെ ഇഷ്ടക്കാരെ വിട്ടു പോകുന്നപ്പോൾ നിൻ്റെ മനസ്സ് വേദനിച്ചു. അപ്പം അവൾ പറയുന്നു, ഇല്ല, ഞാൻ എത്തി സന്നിധി, നിൻ്റെ സ്ഥാനത്തെത്തി, ഇത്ര നാൾ ഞാൻ ആഗ്രഹിച്ച സ്ഥലം. അപ്പോൾ ഈ അന്ന് എഴുതിയ വരികളെല്ലാം എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന പോലെ തോന്നി. അതായത് ടോമിൻ എന്തിനാണ് കരയുന്നത്? ടോമിൻ തന്നെ പറഞ്ഞു ഞാൻ പോകുന്ന സ്ഥലം ഇന്നതാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഈ പാട്ട് അവിടെ വരുമെന്നുള്ളതൊട്ട് ഓർത്തുമില്ല. സാധാരണഗതിയിൽ അടുത്തൊരിടത്ത് അടക്കണ്ടേ. അപ്പോൾ അവിടെ ഈ മറ്റേ ഇങ്ങനത്തെ ഉള്ളിലേക്ക് വീഴുന്ന കോൺക്രീറ്റാണ്. അപ്പോൾ മറ്റേതാകുമ്പം ഒരു 3-4 വർഷക്കാലം നമുക്ക് കിട്ടും. അതുകൊണ്ട് അടുത്തൊരു പള്ളി കൊണ്ട് അതിനൊരു അരമണിക്കൂർ ഉണ്ടായിരുന്ന സമയത്ത് ഇതിങ്ങനെ. അപ്പം ഈ എൻ്റെ ജീവിതത്തിൽ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും ഏറ്റവും കൂടുതൽ ഒരു സംഭവമാക്കിയത് ഈ ഗാനമാണ്. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി തുടർന്നു പോ, ആധിവ്യാധികൾ അന്യമായി, കർത്താവേ ജന്മം ധന്യമായി. അന്ന് ചെയ്തപ്പോൾ അതൊരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തു. പക്ഷേ ഇതൊരിക്കലും ജീവിതത്തിൽ വരുമെന്ന് ഓർത്തിരുന്നില്ല. ഇറ്റ്സ് എ ഫാക്ട്. 54 വയസ്സിൽ പോയി. അപ്പോൾ 54 വയസ്സ് ടു ഏർലി. സാധാരണ എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ സർവീസിലെ ഒരേ ഒരു വിഡോവറാണ് ഞാൻ. ബാക്കി ആർക്കും, ചിലരൊക്കെ ഡൈവോഴ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവ് പോകുന്ന ആദ്യത്തെ ആളാണ് ഞാൻ. അതൊരു വലിയ, അവളെ ഉണ്ടായിരുന്നപ്പോൾ വില അറിഞ്ഞില്ല. അതാണ് സംഭവം. കാര്യം അഷ്വേർഡാണല്ലോ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു അഷ്വേർഡ് സംഭവമാണെന്നാണല്ലോ ഓർക്കുന്നത്. അത് മാറുമ്പോൾ ഉള്ളൊരു വിഷമം അത് ഭയങ്കരമാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നേരിട്ടു ധൈര്യത്തോടു കൂടി എന്ന് പറഞ്ഞ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതറിപ്പോകുന്നത്, ഇങ്ങനെ കണ്ണീരിലായി പോകുന്നത്? എനിക്കെന്തുണ്ടായാലും പ്രശ്നമില്ല. അപ്പോൾ എന്നെ ഈ അറ്റാക്ക് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഭാര്യ ഒരു പൂച്ചക്കെട്ടി പോലെ ഭയന്ന് പേടിച്ചിരുന്നു. അത് വളരെ ചുരുക്കം പേർക്ക് അറിയാവുള്ളായിരുന്നു. എന്നെ അറ്റാക്ക് ചെയ്താൽ പോടാവില്ലെന്ന് ഞാൻ എടുക്കും. ഐ ഡോണ്ട് മൈൻഡ്, ആർക്കെന്നാ ചെയ്യാൻ. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചോളം എന്തോ പ്രശ്നത്തിലാവുന്നു, അവൾ ഭയക്കുന്നു, അവളെ ഇവിടുന്ന് മാറി നിൽക്കുന്നു. അതൊക്കെ വലിയൊരു വിഷമമാണ്. അപ്പം ഞാൻ അവളോട് പറയാൻ വേണ്ടി ഒരു ചുക്ക് അവസാനം വരാൻ പോകുന്നില്ല, ഇതൊക്കെ പൊളിറ്റിക്കലാണെന്ന് അവൾക്കും അറിയാം. പക്ഷേ അതവൾ ഫേസ് ചെയ്യാൻ പറ്റില്ല. അവൾ വേറൊരു കൾച്ചറില്ല ജനിച്ച് വളർന്നതൊക്കെ. വിദേശത്ത് ജനിച്ച് വളർന്ന ഒരാൾക്ക് മലയാളി കൾച്ചറിലുണ്ടാകുന്ന ഈ ലോക്കൽ പൊളിറ്റിക്സ് എന്ന് അറിയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഞാൻ ഓർത്ത് റിട്ടയർമെൻറ്റിന് ശേഷം ഒത്തിരി സമയം അവളുടെ കൂടെ ചിലവഴിക്കാം. ഇപ്പം ഞാൻ കൊടുക്കാതിരുന്ന സമയവും മറ്റുള്ളതെല്ലാം അവൾക്കപ്പം കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കുക. സാധാരണഗതി മിക്കവാറും പോലീസ് ഓഫീസിൻ്റെ എല്ലാം ജീവിതത്തിൽ അങ്ങനെയാണ്. അവർ ഈ ജോലി ചെയ്യുമ്പോൾ എല്ലാം വെട്ടിപ്പിടിക്കണം, എക്സൽ ചെയ്യണം,
എല്ലാം നന്നാക്കണം എന്നുള്ള ചിന്തയിൽ കുടുംബത്തെ പലപ്പോഴും നമ്മൾ അവഗണിക്കും. അവർ പിന്നെ അതങ്ങ് ശീലിച്ച് മക്കളുടെ കാര്യങ്ങളുമായിട്ട് നിൽക്കും. പക്ഷേ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ ഭയങ്കരമായിട്ട് ഈ അഡ്വസീവ്നെസ് വരുന്നത്. കാരണം പിന്നെ നമുക്ക് ആളില്ലല്ലോ. ആ സംഭവമാണ് എനിക്ക് മിസ്സായിപ്പോയത്. ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു അറിഞ്ഞിരുന്നെങ്കിൽ, ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു എൻ്റെ കരിയറും പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്മസ് ദിനത്തിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഈ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശം ഇപ്പറഞ്ഞതായിരിക്കും. മാസങ്ങൾ കഴിഞ്ഞു ആ മരണം കഴിഞ്ഞിട്ട്, എങ്കിൽ പോലും അദ്ദേഹം ഈ സാഹചര്യങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന സ്നേഹവും കരുതലും അതിനെ തുടർന്നുണ്ടാകുന്ന നഷ്ടബോധവും ഒക്കെ അതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സന്ദേശമെന്നും അതൊരു പക്ഷേ ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയിൽ നിന്ന് ലഭിക്കാവുന്ന ഈ ദിവസത്തെ ക്രിസ്മസ് ദിനത്തിൻ്റെ ഒരു സന്ദേശമാണ് എന്ന്